ഒമാനിലെ മസ്കറ്റ് ഇന്ത്യൻ എംബസി ഭാരതത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ഇന്ത്യൻ പ്രവാസികളും സ്വദേശീയരും അടങ്ങുന്ന 1000-ൽ കൂടുതൽ ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ അംബാസഡർ പ്രശാന്ത് പി.സി. ത്രിവർണ്ണ പതാക ഉയർത്തിയതിനു ശേഷം സദസ്സിനെ അഭിസംബോധന ചെയ്തു. ഭാരത രാഷ്ട്രപതിയുടെ ദേശീയ അഭിസംബോധനയിലെ പ്രധാന ഭാഗങ്ങൾ സദസ്സിൽ പങ്കുവച്ചു. മസ്കറ്റിലെ ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ഇന്ത്യൻ പ്രവാസികളായ 1000-ലധികം ആളുകളുടെ പങ്കാളിത്തത്തോടെ ഇന്ന് രാവിലെ എംബസി അങ്കണത്തിലായിരുന്നു ആഘോഷം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദേശീയഗാനത്തോടെയും വന്ദേമാതരത്തോടെയും ചടങ്ങുകൾ ആരംഭിച്ചു. അംബാസഡർ പ്രശാന്ത് പി.സി. കമ്മ്യൂണിറ്റി അംഗങ്ങളുടെയും ഇന്ത്യൻ പ്രവാസികളുടെയും സാന്നിധ്യത്തിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്തി. പതാക ഉയർത്തലിന് ശേഷം അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഇന്ത്യയുടെ ശ്രദ്ധേയമായ യാത്രയെയും ഭാവിയെയും കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ദേശീയ അഭിസംബോധനയിലെ പ്രധാന ഭാഗങ്ങൾ പങ്കുവച്ചു. As you know, Oman and India are very close friends. We are strategic partners. We have had several high-level visits in recent times, and our partnership is progressing on all fronts in a major way. We have recently signed the Comprehensive Economic Development Agreement, and as part of that one, so we are going to have more and more trade and investment opportunities, as well as services sector, as well as so our bilateral trade is hopefully going to increase in coming months. We have had some very strong youth exchanges recently. 8 members space delegation from Oman went to India. We also host many Omani government officials for the technical and economic cooperation program. We also extend a lot of scholarships to Oman, but at the same time there are a lot of Indians who work here, and our community welfare wing in the embassy is very active. We have 24/7 emergency line on which any Indian who is in distress can call and seek our assistance. So we are open to everyone, and our website, our social media are all working. So I would urge all our Indians in Oman, if they have any difficulty, please contact us at any point of time. Thank you very much, and once again happy Independence Day to all of you. Thank you very much. Thank you. വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറവേകി. ഒമാനിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ വിലമതിക്കാനാവാത്ത സംഭാവനകളെ ഈ വേദിയിൽ പ്രശംസിച്ചു. കൂടാതെ ഇന്ത്യ ഒമാൻ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഈ സമൂഹത്തിന്റെ നിർണായക പങ്കിനെയും ഇത് അടയാളപ്പെടുത്തി. ഹർക്കർ തിരങ്ക് പ്രചരണാർത്ഥം വിവിധ മത്സരങ്ങൾ വിദ്യാർത്ഥികളായി സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ വിജയികളെയും മികച്ച പങ്കാളികളെയും അഭിനന്ദിച്ചു. ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ മേഖലകളിലെ വ്യക്തികളും സ്വദേശീയരും ചടങ്ങിൽ പങ്കെടുത്തു. പത്മചന്ദ്ര പ്രകാശ്, ജനം, ഒമാൻ.